ചക്രവാണി 2.0 ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അടുത്തിടെ നടത്തിയ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ 3ാം ഘട്ടത്തിലെ ചോദ്യപേപ്പറാണ് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലീഷിലെ 20 ചോദ്യങ്ങളിൽ 10 ചോദ്യം ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി വരുന്ന 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യും, വിശദമായി ചർച്ച ചെയ്യും, അനുബന്ധ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. ഇനി അടുത്ത് ചർച്ച ചെയ്യാനുള്ള ചോദ്യം ഒരു ആൻറ്റണിം എഴുതുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതായിരുന്നു: പിക്ക് ഔട്ട് ദി ആൻറ്റണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ്. ചോദ്യം ഇതാണ്: ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെയർ സ്ട്രിക്റ്റ്ലി എൻഫോഴ്സ്ഡ്. ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെയർ സ്ട്രിക്റ്റ്ലി എൻഫോഴ്സ്ഡ്. സ്ട്രിക്റ്റ്ലി എന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതാനുള്ളതായിരുന്നു ചോദ്യം. ചോയ്സസ് ഇതായിരുന്നു: എ ഹാർഷ്ലി, ബി ഫെമിലി, സി റിജിഡ്ലി ആൻഡ് ഡി ലൈറ്റ്ലി. ഇതായിരുന്നു ചോദ്യങ്ങൾ, ഓപ്ഷൻസും. ആൻസറിലേക്ക് ചെന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് എളുപ്പം. ശരിക്കും സ്ട്രിക്റ്റ്ലി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റ്ലി എന്ന് തന്നെയാണ്. സ്ട്രിക്റ്റ്ലി മീൻസ് വളരെ കടുത്ത, യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത എന്നുള്ള അർത്ഥമാണ് സ്ട്രിക്റ്റ്ലി. നിയമങ്ങൾ മുഴുവൻ വളരെ സ്ട്രിക്റ്റായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപ്പാക്കി എന്നാണ്. അപ്പോൾ വിട്ടുവീഴ്ചകളില്ലെങ്കിൽ സ്ട്രിക്റ്റ്ലിയും, ലൈറ്റ്ലി എന്ന് പറഞ്ഞാൽ അല്പം ഇളവ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇളവോടെ എന്ന് പറയുന്ന വാക്കാണ് ലൈറ്റ്ലി. ബാക്കിയുള്ള വാക്കുകളുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. നോക്കാം എന്താണ് ഹാർഷ്ലിയും. ഹാർഷ്ലി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് നോക്കാം. ഫേമിലി, റിജിഡ്ലി, അത്രയും നോക്കാം. ആദ്യം ഹാർഷ്ലി. ഹാർഷ്ലി പരുക്കമായാണ്, വളരെ റഫായ. അപ്പോൾ ഒരിക്കലും റൂൾസ് ആൻഡ് റെഗുലേഷനെ റഫായ രീതിയിൽ, പരുക്കനായ, നിയമാനുസൃതം മാത്രമേ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതൊരു ഒരിക്കലും യോഗ്യമല്ല. ഫേമിലി എന്ന് വെച്ചാൽ ദൃഢനിശ്ചയത്തോടു കൂടിയാണ്. റിജിഡ്ലി വഴക്കാനാകാത്ത രീതിയിൽ. ഓരോ വാക്കുകൾക്കും അതിൻ്റേതായ ഒരു ഓപ്പോസിറ്റ്സാണ് നിലവിലുള്ളത്. കാരണം കോണ്ടക്സ്റ്റ് അനുസരിച്ചായിരിക്കും പല വാക്കുകൾക്കും മീനിങ് നിശ്ചയിക്കുന്നത്. റിജിഡ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് പരിചിതമാണ്. ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് റിജിഡ്. റിജിഡിറ്റി, റിജിഡ്, ഒരിക്കലും ദൃഢതയുള്ള. എന്നാൽ ഫ്ലെക്സിബിൾ വഴങ്ങുന്നതാണ്. സ്ട്രിക്റ്റ്ലി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ലൈറ്റ്ലി എന്നാണ്. അതുപോലെ ഫേമിലി എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വീക്ക്ലി എന്നാണ്. ഇത് ദുർബലമായതാണ്, യാതൊരു ദുർബലതയും ഇല്ല എന്ന് കാണിക്കുന്നതാണ് ഫേം, ഉറച്ചത്. അപ്പോൾ ഫേമിലിയുടെ ഓപ്പോസിറ്റ് വീക്ക്ലി എന്നാണ്. ഹാർഷ്ലിയുടെ മീനിങ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഹാർഷ്ലി മീൻസ് റഫ്ലി എന്നാണ്, വളരെ പരുക്കമായതാണ്. പരുക്കൻ സ്വഭാവം അല്ലാത്ത ആളുകളെ നമുക്ക് കൈൻഡ് എന്ന് വിളിക്കാം. അപ്പോൾ ഹാർഷ്ലിയുടെ ഓപ്പോസിറ്റ് കൈൻഡ്ലി എന്നാണ്. ഈ വാക്കുകൾ ഏതാണ്ട് സമാന അർത്ഥം തോന്നിപ്പിക്കുമെങ്കിലും കോണ്ടക്സ്റ്റ് അനുസരിച്ച് അവയുടെ മീനിങ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓരോ വാക്കുകൾക്കും ഉപയോഗിച്ചിരിക്കുന്ന ആ നിശ്ചിത ഓപ്പോസിറ്റ് വാക്കുകളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയേ പറ്റൂ. ഹാർഷ്ലി, കൈൻഡ്ലി, ഫേംലി, വീക്ക്ലി. ഫേംലി, വീക്ക്ലി എന്ന് പറയുന്ന വാക്ക് പല പ്രാവശ്യം കേരള പബ്ലിക് സർവീസ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതുപോലെ റിജിഡ്, ഫ്ലെക്സിബിൾ, റിജിഡിറ്റി, ഫ്ലെക്സിബിലിറ്റി, അതും ഇടയ്ക്ക് പല ചോദ്യപേപ്പറിലും കണ്ടതാണ്. പക്ഷേ സ്ട്രിക്റ്റ്ലി എന്ന് പറയുന്ന വാക്കും ലൈറ്റ്ലി എന്ന് പറയുന്ന വാക്കും ഓപ്പോസിറ്റായിട്ട് ചോദിച്ചത് ഇപ്പോൾ മാത്രമാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഫില്ലപ്പ് യൂസിങ് ദി അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദി ബ്രാക്കറ്റ്സ്. എ ഡാഷ് ഓഫ് കാറ്റിൽ ലൈയിങ്. ഓപ്ഷനായിട്ട് അ ഫ്ലോക്ക്, അ ഹേർഡ്, അ ഫ്ലീറ്റ്, അ സ്വാം എന്നീ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലോക്ക്, ഹേർഡ്, സ്വാം, ഫ്ലീറ്റ്. സാധാരണയായിട്ട് കൂട്ടങ്ങളെ കാണിക്കുന്ന വാക്കുകളാണ്
ഇത് 4. ഫ്ലോക്ക്, ഹേർഡ്, സ്വാം, ഫീറ്റ്. തന്നിരിക്കുന്നത് കാറ്റിലിൻ്റെ കാര്യമാണ്, മൃഗങ്ങളുടെ കാര്യമാണ്. മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഇതിൽ ഏത് വാക്ക് ഉപയോഗിക്കും? ഫ്ലോക്കാണോ, ഹേർഡാണോ, സ്വാമാണോ, ഫ്ലീറ്റാണോ? അതാണ് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എ ഡാഷ് ഓഫ് കാറ്റിൽ ലൈയിങ്. ഒരു ഫ്ലോക്കും ഹേർഡും സ്വാമും ഫ്ലീറ്റും ഏത് സിറ്റുവേഷനിലാണ് വരുന്നതെന്ന് പൊതുവായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും ഒരു 90% ഉറപ്പാക്കുന്ന രീതിയിൽ നമുക്ക് ജനറലൈസേഷൻ നടത്താൻ പറ്റും. ജനറലൈസേഷൻ എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു പോകാം. ആദ്യം ഫ്ലോക്ക് നോക്കാം. പക്ഷികളുടെയും ആടുകളുടെയും കാര്യം പറയുമ്പോഴാണ് സാധാരണയായിട്ട് ഫ്ലോക്ക് ഉപയോഗിക്കുക. പക്ഷികൾ, പിന്നെ ആടുകൾ. വലിയ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഹെർഡ് ഉപയോഗിക്കാം. വലിയ മൃഗങ്ങൾ, വലിയ മൃഗങ്ങളുടെ കാര്യം പറയുമ്പോൾ ഹേർഡ് ഉപയോഗിക്കാം. ഇനി സ്വാം. സ്വാം എന്ന് പറയുന്നത് ഇളകി മറിയുന്ന കൂട്ടങ്ങളാണ്. ഇളകി മറിയുന്ന കൂട്ടങ്ങൾ, ഇളകി മറിയുന്ന കൂട്ടങ്ങൾ, കൂട്ടം. ഫ്ലീറ്റ് ആണെങ്കിൽ കപ്പലുകളുടെ കാര്യം പറയുമ്പോഴും വാഹനങ്ങളുടെ കാര്യം പറയുമ്പോഴും. പക്ഷികളുടെയും ആടുകളുടെയും കാര്യം പറയുമ്പോൾ ഫ്ലോക്ക് ഉപയോഗിക്കുന്നു. വലിയ മൃഗങ്ങളുടെ കൂട്ടം എന്ന് പറയുമ്പോൾ ഹെർഡ് ഉപയോഗിക്കുന്നു. ഇളകി മറിയുന്ന കൂട്ടമാണെങ്കിൽ, എന്തിൻ്റെയെങ്കിലും ഇളകുമറിയുന്ന ചെറു പ്രാണികളുടെ, ചെറു ജീവികളുടെ ഒക്കെ ഇളകുമറിയുന്ന കൂട്ടമാണെങ്കിൽ സ്വാമാണ്. കപ്പലുകളുടെ കൂട്ടവും വാഹനങ്ങളുടെ കൂട്ടമാണെങ്കിൽ ഫ്ലീറ്റുമാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. കാറ്റിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലികളാണ്, വലിയ മൃഗങ്ങളാണ്. അപ്പോൾ ഒരു സാധ്യതയുണ്ട്, എന്താണ്? ഫ്ലോക്കാണ്. പക്ഷികളല്ല, ഹേർഡാണ്. ഹേർഡാണ് സാധ്യത. ഫ്ലോക്ക് പക്ഷികളുടെ കാര്യമാണ്. അപ്പോൾ ആൻസറായിട്ട് വരുന്നില്ല. ഇളകുമറിയുന്ന കൂട്ടം എന്നുള്ള സെൻസിലും ഇവിടെ വരുന്നില്ല. കൊച്ചു കൊച്ചു പ്രാണികൾ ഇളകി മറിയുക. കപ്പലുകളുടെയും വാഹനങ്ങളുടെയും കൂട്ടം എന്നുള്ള അർത്ഥത്തിൽ കാറ്റിൽ, കന്നുകാലികളുടെ കാര്യം പറയുമ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? ഹെർഡ് തന്നെയാണ്. എ ഹെർഡ് ഓഫ് കാറ്റിൽ. ഒരു കൂട്ടം കന്നുകാലികൾ കിടക്കുന്നു എന്നാണ് സെനൻസിൻ്റെ അർത്ഥം. ഈ ഫ്ലോക്കും ഹെർഡും സ്വാമും ഫ്ലീറ്റും വരുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. വലിയ മൃഗങ്ങളുടെ കൂട്ടമാണല്ലോ ഹേർഡ് കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ എ ഹേർഡ് ഓഫ് കാറ്റിൽ, എ ഹേർഡ് ഓഫ് കൗസ്, എ ഹേർഡ് ഓഫ് ബഫലോസ്, എ ഹേർഡ് ഓഫ് ഡിയർ, എ ഹേർഡ് ഓഫ് എലിഫൻസ്, എ ഹേർഡ് ഓഫ് ജിറാഫ്സ്, എ ഹേർഡ് ഓഫ് ഗോട്ട്സ്, എ ഹേർഡ് ഓഫ് ഹോഴ്സിസ്. ഇങ്ങനെ നമുക്ക് ആ കളക്റ്റീവ് നൗണുകളെ പറയാം. ഫ്ലോക്ക് പക്ഷികളുടെയും ആടുകളുടെയും കൂട്ടമാണെന്ന് പറഞ്ഞു. പക്ഷികളുടെ കൂട്ടങ്ങളും ആടുകളുടെ കൂട്ടവും. ആടുകളുടെ കൂട്ടം പറയുമ്പോൾ ഷീപ്പിൻ്റെ കാര്യമാണ്. ഷീപ്പിൻ്റെ കാര്യമാണ്. എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ്. ഷീപ്പിൻ്റെ സിംഗുലറും പ്ലൂറലും ഒന്ന് തന്നെ. ഷീപ്പ് സിംഗുലറാണ്, ഷീപ്പ് പ്ലൂറലാണ്. ഐ ഹാവ് എ ഷീപ്പ്, ഐ ഹാവ് 2 ഷീപ്പ്. പക്ഷികളുടെ കഥ പറയുമ്പോൾ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്, എ ഫ്ലോക്ക് ഓഫ് ഗീസ്, എ ഫ്ലോക്ക് ഓഫ് പീജിയൻസ്, എ ഫ്ലോക്ക് ഓഫ് സ്പാരോസ്, എ ഫ്ലോക്ക് ഓഫ് ക്രോസ്, എ ഫ്ലോക്ക് ഓഫ് സ്വാൻസ്. ഇനി സ്വാമിൻ്റെ കാര്യം നോക്കുക. സ്വാം എന്ന് പറഞ്ഞാൽ ഇളകി മറിയുന്ന കൂട്ടമാണ്. ചെറു പ്രാണികളും ചെറു ജീവികളും ചിലപ്പോൾ ഇളകി മറിയുന്നുണ്ടാകും. എക്സാമ്പിൾ, ബീസ്, തേനീച്ചകൾ. തേനീച്ചയുടെ കൂടുന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് ഇളകി മറിയും. എ സ്വാം ഓഫ് ബീസ്. ഉറുമ്പ്, ഉറുമ്പിൻ്റെ കൂട്ടിലൊന്ന് തട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഇളകി മറിയും. എ സ്വാം ഓഫ് ആൺസ്. മസ്കിറ്റോസ്, എ സ്വാം ഓഫ് മസ്കിറ്റോസ്. ഫ്ലൈസ്, എ സ്വാം ഓഫ് ഫ്ലൈസ്. വാസ്പ്, കടന്നൽ, എ സ്വാം ഓഫ് വാസ്പ്. ടെർമിറ്റ്സ്, ചിതൽപുറ്റ്, ചിതൽപുറ്റിൽ തൊട്ട് കഴിഞ്ഞാൽ ചിതലുകളൊക്കെ ഇളകി മറിയും. അങ്ങനെ ഇളകി മറിയുന്ന കൂട്ടങ്ങളുടെ കഥ പറയുമ്പോൾ സ്വാം എന്ന് പറയുന്ന കളക്റ്റീവ് വേർഡ് ഉപയോഗിക്കും. എ സ്വാം ഓഫ് ടെർമിറ്റ്സ്. അതുപോലെ ഫ്ലീറ്റ്, കപ്പലുകളുടെയും വാഹനങ്ങളുടെയും കാര്യം പറയുമ്പോഴാണ് സാധാരണയായിട്ട് ഫ്ലീറ്റ് ഉപയോഗിക്കുന്നത്. എ ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് വാർഷിപ്സ്, എ ഫ്ലീറ്റ് ഓഫ് ബോട്ട്സ്, എ ഫ്ലീറ്റ് ഓഫ് ഫിഷിംഗ് വെസൽസ്, എ ഫ്ലീറ്റ് ഓഫ് എയ്റോപ്ലെയിൻസ്, എ ഫ്ലീറ്റ് ഓഫ് ബസ്സിസ്, എ ഫ്ലീറ്റ് ഓഫ് ട്രക്സ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഇതായിരുന്നു. എ ഡാഷ് ഓഫ് കാറ്റിൽസ് ലൈയിങ്.
എ ഹെർഡ് ഓഫ് കാറ്റിൽ ഈസ് ലൈങ്. അതാണ് എൻ്റെ ഉത്തരം. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം എന്താണ് ഫ്രൈസൽ വെർബ് എന്ന് പരിചയപ്പെടാം. ഫ്രൈസൽ വെർബിൻ്റെ സ്പെല്ലിംഗ് ആദ്യം നോക്കൂ. PHRASAL ആണ്, EL എന്നല്ല. ഫ്രൈസൽ വെർബ്സ്. ഫ്രൈസൽ വെർബ് എന്ന് പറഞ്ഞാൽ വെർബും വെർബിനോടൊപ്പം മറ്റു ചില ലാംഗ്വേജ് ഇലമെൻറ്റ്സ് ചേരുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. വെർബും പ്രിപ്പസിഷനും ചേർന്ന് എഴുതുന്ന കാര്യം, വെർബും ആഡ് വെർബും ചേർത്ത് എഴുതുന്ന കാര്യം, വെർബും ആഡ് വെർബും പ്രിപ്പസിഷനും ചേർത്ത് എഴുതുന്ന കാര്യം. പക്ഷേ ആ വെർബിനോട് ഒരു പ്രിപ്പസിഷൻ ചേർന്ന് കഴിഞ്ഞ് ആ ഒരു ഫ്രൈസൽ വെർബ് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന മീനിങ് വെർബിനെയും പ്രിപ്പസിഷനെയും പ്രത്യേകം കണ്ടുകൊണ്ടെടുക്കാൻ പറ്റില്ല. അവ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയൊരു മീനിങ്, ഏതാണ്ട് വെർബിനോട് അടുത്തൊരു മീനിങ് കിട്ടും. അതാണ് ഫ്രൈസൽ വെർബുകൾ. മറ്റൊന്ന് വെർബും ആഡ് വെർബും ചേർന്ന വാക്കുകൾ, അതാണ് ഫ്രൈസൽ വെർബിൻ്റെ മറ്റൊരിനം. പക്ഷേ ആ വെർബിനെയും ആഡ് വെർബിനെയും പ്രത്യേകം കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മീനിങ് കിട്ടിയെന്ന് വരത്തില്ല. ഒരുമിച്ചെടുത്ത് വേണം അതിൻ്റെ മീനിങ് കാണാനായിട്ട്. ചില ഫ്രൈസൽ വെർബുകൾക്ക് പ്രിപ്പസിഷനും ആഡ് വെർബും ഒരേ സമയം ഉണ്ടാകും. അങ്ങനെ ഒരേ സമയം വെർബിനോട് ആഡ് വെർബും പ്രിപ്പസിഷനും ചേർത്ത് എഴുതുന്നുണ്ട് എങ്കിൽ അതും ഫ്രൈസൽ വെർബിൽ ഉൾപ്പെടുന്നു. ഓരോ ഇനത്തിനും ഓരോ ഉദാഹരണം കണ്ടുപഠിക്കാം. നോക്കാം. വെർബ് പ്ലസ് പ്രിപ്പസിഷൻ വരുന്നതിന് ഒരു ഉദാഹരണം ലുക്ക് അറ്റ്. വെർബും ആഡ് വെർബും വരുന്നതിന് ഉദാഹരണം ഗെറ്റ് അപ്പ്. വെർബും ആഡ് വെർബും പ്രിപ്പസിഷനും വരുന്നതിന് ഉദാഹരണം പുട്ട് അപ്പ് വിത്ത്. വെർബ് പ്ലസ് പ്രിപ്പസിഷൻ ലുക്ക് അറ്റ്. ലുക്ക് എന്ന് പറയുന്നത് വെർബും അറ്റ് എന്ന് പറയുന്നത് പ്രിപ്പസിഷനും. രണ്ടാമത്തേത് വെർബ് പ്ലസ് ആഡ് വെർബ് ഗെറ്റ് എന്ന് പറയുന്നത് ഇവിടെ വെർബും അപ്പ് എന്ന് പറയുന്നത് ആഡ് വെർബുമാണ്. അടുത്ത് പുട്ട് എന്ന് പറയുന്നത് വെർബും അപ്പ് എന്ന് പറയുന്നത് ആഡ് വെർബും വിത്ത് എന്ന് പറയുന്നത് പ്രിപ്പസിഷനുമാണ്. ഒരു എക്സാമ്പിളോടെ നോക്കാം. ഹീ ലുക്ഡ് അറ്റ് ദ സ്കൈ. ഹീ ലുക്ഡ് അറ്റ് ദി സ്കൈ. ഹീ ലുക്ഡ് അറ്റ് ദി സ്കൈ. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹീ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock. ദെൻ പുട്ടപ്പ്. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിം. ഈ 3 സെൻറ്റൻസും വിശകലനം ചെയ്തുകൊണ്ട് 3 തരം ഫ്രൈസൽ വെർബിനെയും നമുക്ക് തിരിച്ചറിയാം. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിം. ലുക്ക് അറ്റ് നോക്കുക എന്നാണ്. ആരാണ് നോക്കിയത്? ഹീ. സെൻറ്റൻസ് ഫുള്ളാക്കി എഴുതാം. ഹീ ലുക്ഡ് അറ്റ് ദി സ്കൈ. ഇപ്പോൾ സെൻറ്റൻസ് പൂർണ്ണമായി. ഹീ ലുക്ഡ് അറ്റ് ദ സ്കൈ. അതായത് ഹീ എന്ന് പറയുന്ന ഒരു നൗണും സ്കൈ എന്ന് പറയുന്ന രണ്ടാമതൊരു നൗണും തമ്മിലുള്ള ഒരു റിലേഷൻ, ബന്ധം അല്ലെങ്കിൽ ഒരു കണക്ഷൻ സൂചിപ്പിക്കാനായിട്ട് അറ്റ് എന്ന് പറയുന്ന പ്രിപ്പസിഷൻ ഉപയോഗിച്ചിരിക്കുന്നു. ആ സിറ്റുവേഷനിലാണ് വെർബും പ്രിപ്പസിഷനും വരുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൈസൽ വെർബ് ഒരു വെർബ് പ്ലസ് പ്രിപ്പസിഷൻ രീതിയിലുള്ള ഒരു ഫ്രൈസൽ വെർബാണെങ്കിൽ ഒരു നൗണിന് തൊട്ട് മുമ്പായിരിക്കും ആ പ്രിപ്പസിഷൻ വരിക. ചിലപ്പോൾ PSC പരീക്ഷയ്ക്ക് ഒരു ഫ്രൈസൽ വെർബ് തന്നതിന് ശേഷം ഈ അറ്റ്, അപ്പ്, പുട്ടപ്പ് വിത്ത് ഇതൊക്കെ ഏത് രീതിയിലാണ്, ഏത് സെൻസിലാണ്, പ്രിപ്പസിഷൻ എന്നുള്ള രീതിയിലാണോ, ആഡ് വെർബ് എന്നുള്ള രീതിയിലാണോ, ആഡ് വെർബ് പ്ലസ് പ്രിപ്പസിഷൻ എന്നുള്ള രീതിയിലാണോ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം 2 നൗണുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കാണുകയാണെങ്കിൽ, ഇവിടെ ഹീ എന്ന് പറയുന്ന ഒരു നൗണുണ്ട്, പിന്നെ ദ സ്കൈ എന്ന് പറയുന്ന മറ്റൊരു നൗണുണ്ട്. ആ 2 നൗണുകളുടെയും റിലേഷൻ കാണിക്കുന്ന മാതിരിയാണ് ആ വാക്ക് വന്നിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? പ്രിപ്പസിഷൻ ആയിരിക്കും. ഹീ ലുക്ഡ് അറ്റ് ദ സ്കൈ. ഹീ ലുക്ഡ് അറ്റ് ദ സ്കൈ. അതായത് നൗണിന് മുമ്പാണ് പ്രിപ്പസിഷൻ വരിക. ഈ രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ. ഹീ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock. അവൻ 6 മണിക്ക് എഴുന്നേറ്റു. ഇവിടെ ഹീ ഗോട്ടപ്പ്
അവൻ എഴുന്നേറ്റു. പിന്നെ ഒരു നൗൺ അല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദ സ്കൈ എന്ന് പറഞ്ഞതുപോലെ ഒരു നൗൺ ഇല്ല. സ്കൈ എന്ന് പറഞ്ഞതുപോലെ ഒരു നൗൺ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഗോട്ടപ്പിൽ ഉപയോഗിക്കുന്ന അപ്പ് ഉറപ്പായിട്ടും ഒരു ആഡ്വർബായിരുന്നു. അവൻ എഴുന്നേറ്റു. ഗോട്ട് അപ്പ്. സിറ്റ് ഡൗൺ, അതിൽ ഡൗൺ അവിടെ ആഡ്വർബാണ്. അപ്പോൾ ഹീ ഗോട്ട് അപ്പ് അറ്റ് 6 o'clock എന്നത് രണ്ടാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അപ്പ് ഇവിടെ ആഡ്വർബാണ്. ഇനി മൂന്നാമത് വെർബ്, ആഡ്വർബ്, പ്രിപ്പസിഷൻ. ഈ ക്രമത്തിൽ ചിലപ്പോൾ വരാം. പുട്ട് വെർബാണ്, അപ്പ് എന്ന് പറയുന്നത് ആഡ്വർബാണ്, വിത്ത് എന്ന് പറയുന്നത് പ്രിപ്പസിഷനുമാണ്. പുട്ടപ്പ് വിത്തിൻ്റെ അർത്ഥം ടോളറേറ്റ് എന്നാണ്, സഹിക്കുക എന്നാണ്. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിം, എനിക്ക് അവനെ സഹിക്കാൻ പറ്റില്ല. ഐ കനോട്ട് പുട്ടപ്പ് വിത്ത് ഹിം. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഫ്രേസൽ വെർബ് ഈ ഒരു രീതിയിലേ വരാറുള്ളൂ. അതായത് ഒന്നിലധികം ഭാഗങ്ങൾ ആ വെർബിനോടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ആഡ് വെർബും പ്രിപ്പസിഷനുമായിരിക്കും. അപ്പ് ഇവിടെ ആഡ് വെർബാണ്. വിത്ത് എന്ന് പറയുന്നത് ഒരു പ്രിപ്പസിഷനാണ്. വിത്ത് കഴിഞ്ഞിട്ട് ഉടനെ എന്ത് തന്നെ വന്ന് ഒരു സബ്ജക്റ്റ് തന്നെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഫ്രേസൽ വെർബിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണിത്. ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ഫ്രേസൽ വെർബിനുണ്ട്. ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന പോർഷൻ മാത്രം പരിചയപ്പെടുന്ന സമയത്ത് അക്കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ദ മീറ്റിംഗ് വാസ് ഡാഷ് ഡ്യൂ ടു ദ മാനേജേഴ്സ് ഇൽനെസ്. ഓപ്ഷനായിട്ട് പുട്ട് ഓൺ, പുട്ട് ഓഫ്, പുട്ടപ്പ്, പുട്ട് ഔട്ട്, ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിരിക്കുന്നു. എന്താണ് നോക്കാം. ചോദ്യം ഇതാണ്: ദ മീറ്റിംഗ് വാസ് ഡാഷ് ഡ്യൂ ടു മാനേജേഴ്സ് ഇൽനെസ്. മാനേജറിന് സുഖമില്ല, അക്കാരണത്താൽ മീറ്റിങ്ങിന് എന്തോ സംഭവിച്ചു എന്നാണ് ചോദ്യം. ദ മീറ്റിംഗ് വാസ് ഡാഷ് ഡ്യൂ ടു മാനേജേഴ്സ് ഇൽനെസ്. മാനേജറുടെ അസുഖ കാരണത്താൽ മീറ്റിങ്ങിന് എന്ത് സംഭവിച്ചു എന്നാണ് ചോദ്യം. മീറ്റിംഗ് പുട്ട് ഓൺ ചെയ്തോ, മീറ്റിംഗ് പുട്ട് ഓഫ് ചെയ്തോ, മീറ്റിംഗ് പുട്ടപ്പ്, മീറ്റിംഗ് പുട്ട് ഔട്ട്, ഇതിലേതാണ് കറക്റ്റ് ഫ്രേസൽ വെർബ് എന്നതാണ് ചോദ്യം. ഓരോന്നിൻ്റെ മീനിങ് മനസ്സിലാക്കാം. പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വെയർ, ധരിക്കുക, അണിയുക, ഉടുക്കുക. വസ്ത്രം ഉടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പുട്ട് ഓൺ. ഹീ പുട്ട് ഓൺ അ ന്യൂ ഡ്രസ്സ്, പുട്ട് ഓൺ. പുട്ട് ഓഫ്, ഡബിൾ എഫ്, പോസ്റ്റ് പോൺ, എന്തെങ്കിലും മാറ്റിവെക്കുക, ഒരു കളി മാറ്റിവെക്കുക, ഒരു മീറ്റിംഗ് മാറ്റിവെക്കുക, ഏതെങ്കിലും ഒരു ഇവൻ്റ് മാറ്റിവെക്കുന്നതിനെയാണ് പുട്ട് ഓഫ് എന്ന് വിളിക്കുക. പുട്ട് ഓഫ്, മാറ്റിവെക്കുക, തീയതി മാറ്റിവെക്കുക, അതാണ് പുട്ട് ഓഫിൻ്റെ മീനിങ്. പുട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ്, നിർമ്മിക്കുക. പ്രൊവൈഡ് അക്കോമഡേഷൻ, താമസ സൗകര്യം ഒരുക്കുക. അങ്ങനെ താമസ സൗകര്യം ഒരുക്കുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് പുട്ട് അപ്പിനുള്ളത്. അവസാനത്തേത് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് മീൻസ് എക്സ്റ്റിങ്വിഷ്, അണയ്ക്കുക, തീ അണയ്ക്കുക. എക്സ്റ്റിങ്വിഷ് അ ഫയർ, തീ അണയ്ക്കുന്നതിനെയാണ് പുട്ട് ഔട്ട് എന്ന് പറയുന്നത്. പുട്ട് ഔട്ടിന് മറ്റൊരു മീനിങ് കൂടിയുണ്ട്, ബ്രോഡ്കാസ്റ്റ് ഇൻഫർമേഷൻ. ഒരു വിവരത്തെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, സംപ്രേഷണം ചെയ്യുക. ബ്രോഡ്കാസ്റ്റ് ഇൻഫർമേഷൻ. ബ്രോഡ്കാസ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. ബ്രോഡ്കാസ്റ്റിൻ്റെ 3 ടെൻസ് ഫോം, വെർബ് ഫോം ഒന്ന് തന്നെയാണ്. ബ്രോഡ്കാസ്റ്റ്, പ്രസൻറ്റ് ടെൻസും ബ്രോഡ്കാസ്റ്റാണ്, പാസ്റ്റ് ടെൻസും ബ്രോഡ്കാസ്റ്റാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ബ്രോഡ്കാസ്റ്റാണ്. ബ്രോഡ്കാസ്റ്റ് ഇൻഫർമേഷൻ. അതുപോലെ ഇൻഫർമേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ പ്ലൂറലും ഇൻഫർമേഷൻ എന്ന് തന്നെയാണ്. ഇൻഫർമേഷൻ സിംഗുലറാണ്, ഇൻഫർമേഷൻ പ്ലൂറലാണ്. ഇനി ഇതിലേക്ക് പോകാം. പുട്ട് ഓണിൻ്റെയും പുട്ട് ഓഫിൻ്റെയും പുട്ട് അപ്പിൻ്റെയും പുട്ട് ഔട്ടിൻ്റെയും മീനിങ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇവിടെ എളുപ്പമായി മീറ്റിംഗ് മാറ്റിവെച്ചു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദ മീറ്റിംഗ് വാസ് പുട്ട് ഓഫ്, ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺഡ് ഡ്യൂ ടു, ബിക്കോസ് ഓഫ്, കാരണത്താൽ, ഡ്യൂ ടു, എന്ത് കാരണത്താൽ? മാനേജേഴ്സ് ഇൽനെസ്, മാനേജറുടെ ഇൽനെസ് മുഖാന്തരം, അസുഖ മുഖാന്തരം. ഈ പുട്ടിൽ ആരംഭിക്കുന്ന വേറെയും ചില ഫ്രേസൽ വെർബുകളുണ്ട്. ഒരു 2-3 ഫ്രേസൽ വെർബുകൾ കൂടി പരിചയപ്പെട്ടതിന് ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പുട്ട് ഫോർവേഡ്, പുട്ട് എവേ, പുട്ട് ഡൗൺ, പുട്ട് ടുഗദർ, പുട്ട് എക്രോസ്. ഇതൊക്കെ പുട്ടിൽ ആരംഭിക്കുന്ന മറ്റു ചില ഫ്രേസൽ വെർബുകളാണ്. ഫ്രേസൽ വെർബിൻ്റെ പ്രത്യേകത പറഞ്ഞു. വെർബ് പ്ലസ് പ്രിപ്പസിഷനാകാം, വെർബ് പ്ലസ് ആഡ്വർബുകളാകാം, വെർബ് പ്ലസ് ആഡ്വർബും പ്രിപ്പസിഷനുകളാകാം.
പുട്ട് ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ടു സജസ്റ്റ്, ടു പ്രപ്പോസ് എ പ്ലാൻ. ഒരു പ്ലാൻ നിർദ്ദേശിക്കുന്നതാണ്, ഒരു പദ്ധതി തയ്യാറാക്കി കൊടുക്കുന്നതിനെയാണ് പുട്ട് ഫോർവേഡ് എന്ന് പറയുക. ടു സജസ്റ്റ് അല്ലെങ്കിൽ ടു പ്രപ്പോസ് എ പ്ലാൻ, ഒരു പദ്ധതി സജസ്റ്റ് ചെയ്യുക, നിർദ്ദേശിക്കുക, അല്ലെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്ന വാക്കാണ് പുട്ട് ഫോർവേഡ്. ഇനി പുട്ട് എവേ എന്ന് പറഞ്ഞാൽ സ്റ്റോർ തിങ്സ് ഇൻ ദെയർ പ്രോപ്പർ പ്ലേസ്. വെക്കേണ്ട കാര്യങ്ങളെ വെക്കേണ്ട ഇടത്ത് കൊണ്ടുവയ്ക്കുക. ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറച്ച് ദൂരെ ആയിരിക്കും കൊണ്ടുവയ്ക്കേണ്ടി വരിക. അവിടെയെങ്കിൽ അവിടെ, എവിടെയാണോ സ്റ്റോർ ചെയ്യേണ്ടത് അവിടെ കാര്യങ്ങൾ കൊണ്ടുവയ്ക്കുക എന്നുള്ള അർത്ഥമാണ് പുട്ട് എവേ. സ്റ്റോർ തിങ്സ് ഇൻ ദെയർ പ്രോപ്പർ പ്ലേസസ്. വസ്ത്രം വയ്ക്കേണ്ടത് ഒരു സ്ഥലത്തായിരിക്കും, പിന്നെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ വയ്ക്കേണ്ടത് വേറൊരു സ്ഥലത്തായിരിക്കും, ചായ കുടിച്ച ഗ്ലാസ് വയ്ക്കുന്നത് വേറൊരിടത്തായിരിക്കും. എത്ര ദൂരെയായാലും കൊണ്ടുവയ്ക്കേണ്ട ഇടങ്ങളിൽ കാര്യങ്ങളെ കൊണ്ടുവയ്ക്കുന്നുവെങ്കിൽ പുട്ട് എവേ എന്ന് തന്നെ പറയണം. ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ പുട്ട് അവേ ചെയ്യുന്നു. പുട്ട് എവേ, സ്റ്റോർ തിങ്സ് ഇൻ ദെയർ പ്രോപ്പർ പ്ലേസസ്. യഥാർത്ഥ സ്ഥലങ്ങളിൽ, വെക്കേണ്ട ഇടങ്ങളിൽ കാര്യങ്ങളെ കൊണ്ടുവയ്ക്കുന്നു, വസ്തുക്കളെ കൊണ്ടുവയ്ക്കുന്നു. മറ്റൊന്ന് പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക എന്നാണ്, വിമർശിക്കുക എന്നാണ് പുട്ട് ഡൗൺ. അല്ലെങ്കിൽ ഒരാളിനോട് ഹാംഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്യുക, പറയുക എന്നൊക്കെ പറയുന്ന വാക്കാണ് പുട്ട് ഡൗൺ എന്ന് പറയുക. അവനെ വിമർശിക്കുന്നതോടുകൂടി അവൻ എന്താകും? ഡൗൺ ആകും. പുട്ട് ഡൗൺ മീൻസ് ടു ക്രിട്ടിസൈസ്. ഇനി പുട്ട് ടുഗദർ എന്ന് പറഞ്ഞാൽ ടു അസംബിൾ ഓർ ഓർഗനൈസ് സംതിങ്. ഏതെങ്കിലും കാര്യങ്ങളെ സംഘടിപ്പിക്കുക, ഓർഗനൈസ് ചെയ്യുക, അതിനെ വിളിക്കുന്നവരാണ് പുട്ട് ടുഗദർ. ഏത് കാര്യവും നമ്മൾ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ വിവിധ ഇടങ്ങളിലുള്ള കാര്യങ്ങൾ ഒരിടത്ത് കൊണ്ടുവരണം. അപ്പോൾ എല്ലാം കൂടി ഒരിടത്ത് സംഘടിപ്പിച്ചെടുത്താലേ ഒരു പ്രോഗ്രാം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ പുട്ട് ടുഗദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അസംബിൾ ചെയ്യുക, എല്ലാം കൊണ്ടുവന്ന് വയ്ക്കുക. പലയിടത്ത് കിടക്കുന്ന സാധനങ്ങളെ ഒരിടത്ത് കൊണ്ടുവയ്ക്കുന്നതിനെയാണ് അസംബിൾ എന്ന് പറയുക. ടു അസംബിൾ അല്ലെങ്കിൽ ഓർഗനൈസ് സംതിങ്. പുട്ട് എക്രോസ് ഉണ്ട്. പുട്ട് എക്രോസ് ടു കമ്മ്യൂണിക്കേറ്റ്, സംസാരിക്കുക, ആശയവിനിമയം നടത്തുക. ടു കമ്മ്യൂണിക്കേറ്റ്. എക്സ്പ്രസ് ഒപ്പീനിയൻ, അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതാണ് പുട്ട് എക്രോസ്. പുട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരാൾ ഒരു വശത്ത് നിന്ന് ഒരു അഭിപ്രായം പറഞ്ഞു, ആ അഭിപ്രായത്തിന് കുറുകെ മറ്റേയാൾ അയാളുടെ അഭിപ്രായം, ഒപ്പീനിയൻ പറഞ്ഞു. പുട്ട് എക്രോസ് എന്ന് പറഞ്ഞാൽ ടു കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സിനണിം എഴുതാൻ ഉള്ളതായിരുന്നു ആ ചോദ്യം. ബോബീസ് സക്സസ് വാസ് ദ റിസൾട്ട് ഓഫ് പെർസിവറൻസ്. ബോബിയുടെ സക്സസ്, വിജയത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്തിൻ്റെ റിസൾട്ടായിരുന്നു, എന്തിൻ്റെ ഫലമായിരുന്നു? അവൻ്റെ പെർസിവറൻസിൻ്റെ ഫലമായിരുന്നു. അവന് പെർസിവറൻസ് ഉള്ളതുകൊണ്ട് അവന് വിജയമുണ്ടായി. അതിൻ്റെ പെർസിവറൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിം എഴുതാനാണ് ചോദ്യം. ഓപ്ഷൻ നോക്കിയാൽ ഇൻ്റലിജൻസ്, അവന് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് സക്സസ് ഉണ്ടാകും. അവന് പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് അവന് സക്സസ് ഉണ്ടായി. അവന് ടാലൻ്റ് ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് സക്സസ് ഉണ്ടായി. അവന് ലക്ക്, ഭാഗ്യം ഉള്ളതുകൊണ്ട് അവന് സക്സസ് ഉണ്ടായി. സക്സസ് ഉണ്ടാകാൻ ഇതൊക്കെ വേണം, പക്ഷെ നമുക്ക് ആവശ്യം പെർസിവറൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആണ്. സക്സസ്സിന് ഇതൊക്കെ വേണം അല്ലേ? സക്സസ്സിന് പെർസിവറൻസ് വേണം, ഇൻ്റലിജൻസ് വേണം, ടാലൻറ്റ് വേണം, ലക്ക് വേണം, ഹാർഡ് വർക്ക് വേണം, സെൽഫ് കോൺഫിഡൻസ് വേണം. ഇതൊക്കെ ഉള്ളവരാണ് സക്സീഡ് ചെയ്യുന്നത്. പക്ഷേ പെർസിവറൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർസിസ്റ്റൻസ് എന്നാണ്. സ്ഥിരോത്സാഹം, സ്ഥിരമായ ഉത്സാഹമാണ് സ്ഥിരോത്സാഹം. എല്ലാവർക്കും ഉത്സാഹം ഉണ്ടായിരിക്കും, സ്ഥിരമായ ഉത്സാഹം കാണത്തില്ല. എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഹാർഡ്ഷിപ്സ് ഒക്കെ വരുമ്പോൾ തുടങ്ങാൻ ഉദ്ദേശിച്ച കാര്യം അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ വെച്ച് അവസാനിപ്പിക്കും. അത് എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് ഡിഫിക്കൽട്ടാണ്, ഒത്തിരി കഷ്ടപ്പാട് വേണ്ടി വരുന്നു. അപ്പോൾ എത്ര ഹാർഡ്ഷിപ്സ് വന്നാലും എത്ര ഡിഫിക്കൽട്ടീസ് വന്നാലും അതൊന്നും പരിഗണിക്കാതെ തീരുമാനിച്ച കാര്യം പൂർത്തിയാക്കുന്നത് വരെ കൊണ്ടുപോകുന്ന ആ മനുഷ്യൻ്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർസിവറൻസ് അല്ലെങ്കിൽ പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹം. ആ സ്ഥിരോത്സാഹം ഉള്ളത് കൊണ്ടാണ് ബോബിക്ക് സക്സസ് ഉണ്ടായത്. ഇതാണ് ചോദ്യം. അപ്പോൾ സിനണിമാണ് ചോദ്യം. സിനണിം എന്ന് പറഞ്ഞാൽ പര്യായ പദം, ഒരു വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന വാക്ക്, ഐഡൻറ്റിക്കൽ വേർഡ്. അതായിരുന്നു ഈ ചോദ്യം. അപ്പോൾ തൽക്കാലം ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.